ഹലോ ഓൾ, ഈസി ആയിട്ടുള്ള ചിക്കൻ പരദീസ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ട് ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളം പോകാൻ വെച്ചിരിക്കുകയാണ് ഇത്. അടുത്തതായിട്ട് കുറച്ച് കാഷ്യൂ നട്ട് എടുക്കുക, അത് ചൂടുവെള്ളത്തിൽ കുതിർത്തി വെക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മല്ലിയില, 2-3 പച്ചമുളക് എടുക്കുക, പിന്നെ 2 ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ മാഗി ക്യൂബാണ് വേണ്ടത്. ഞാനിവിടെ 2 ചിക്കൻ മാഗി ക്യൂബ് മാഗിയുടെ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വിനെഗർ, വൈറ്റ് വിനെഗറാണ് എടുത്തിട്ടുള്ളത്, കുറച്ചെടുത്താൽ മതി. പിന്നെ സൺഫ്ലവർ ഓയിൽ, അതും കുറച്ച്. എന്നിട്ട് ഈ കഴുകി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നല്ലോണം എല്ലായിടത്തും ആവണ തരത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം ഇത് 2 മണിക്കൂറോളം മാരിനേഷന് വേണ്ടി വെക്കുക. എത്ര നേരം വെക്കണോ അത്രയും ടേസ്റ്റാണ്. ഇതിന് ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മളിത് കുക്കറിലാണ് മേക്ക് ചെയ്യാൻ പോണത്. 10 മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം. വിസിൽ ഊരിയിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. വിസിൽ ഊരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടയാതെ ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണത്. അപ്പോൾ വെള്ളം ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച കാഷ്യൂ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കാഷ്യൂ ഒക്കെ എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ്. കുറച്ചും കൂടി കുറുകി കിട്ടാനൊക്കെ കാഷ്യൂ യൂസ് ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസി ആവാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ വെള്ളം വറ്റിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ അതൊരു ബൗളിലേക്ക് സെർവ് ചെയ്തു. പൊറോട്ടൻ്റെ ഒപ്പം, ചപ്പാത്തിൻ്റെ ഒപ്പം, അതുപോലെ നെയ്പ്പത്തലിൻ്റെ ഒപ്പം, ബ്രെഡിൻ്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അധികം സാധനങ്ങളും ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ പൊറോട്ടൻ്റെ ഒപ്പമാണ് കഴിച്ചത്. കഴിച്ചിട്ട് ഷാറുവിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.